ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അബുദാബിയിലുള്ള എമിറേറ്റ്സ് പാർക്ക് ആൻഡ് സൂവിലേക്കാണ്. ഇവിടുത്തെ ജനറൽ എൻട്രി വരുന്നത് 52.5 ദിറമാണ് ഒരാൾക്ക്. പിന്നെ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. നമ്മളിവിടെ പോയപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരാൾക്ക് 110 ദിറമാണ്. അതിൽ പക്ഷേങ്കിൽ 4 ആക്ടിവിറ്റീസ് ഉണ്ടാകും. ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ജിറാഫിന് നമുക്ക് ഫുഡ് കൊടുക്കാം, പിന്നെ എലിഫൻറ്റ് ഷോ ഉണ്ട്, സീ ലയൺ ഷോ ഉണ്ട്, അതുപോലത്തെ കുറച്ച് ഷോസ് ഉള്ള ആക്ടിവിറ്റീസാണ്. പിന്നെ മാത്രമല്ല നമുക്ക് കൊബോൺ ആപ്പിൽ ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു റേറ്റിൻ്റെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പം 110 ദിറം ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ 2 ജനറൽ ടിക്കറ്റിൻ്റെ അതേ പൈസ തന്നെയാണ് ആവുന്നത്. മാത്രമല്ല 4 ആക്ടിവിറ്റീസ് എക്സ്ട്രീം കിട്ടും. ഇത് സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു ഓഫറാണ്, ഒരു കോംബോ ഓഫർ എന്ന് തന്നെ പറയാം. പക്ഷേ നമുക്ക് ചെറിയൊരു പണി എന്താ കിട്ടിയെന്ന് വിചാരിച്ചാൽ നമ്മളിവിടെ എത്താൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ അബുദാബിയിൽ വന്നപ്പോൾ ഫസ്റ്റ് ടെമ്പിളിൽ പോയി, അത് കഴിഞ്ഞിട്ട് ഏകദേശം 5 മണിയായപ്പോഴാണ് ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായത്. അപ്പം നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന 4 ആക്ടിവിറ്റീസിൽ 2 ആക്ടിവിറ്റീസ്, അതായത് 2 ഷോസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കോംബോ ഓഫർ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിവതും രാവിലെ തന്നെ എത്താൻ വേണ്ടി നോക്കണം, എന്നാലേ നമുക്ക് ഈ ഒരു ഓഫറിനെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു പാർക്കിൻ്റെ ടൈമിംഗ് വരുന്നത് രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ പെറ്റിംഗ് സൂ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇതിൽ മെയിനായിട്ട് നമുക്ക് ഫാം ആനിമൽസിനെയും പിന്നെ കുറച്ച് ബേർഡ്സിനെയാണ് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പീകോക്ക് എല്ലാം തുറന്ന സ്ഥലമാണ്, ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്താണ് ഉണ്ടാവുക, അങ്ങനെ കൂട്ടിലൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും പറ്റും. നല്ലൊരു രസമാണ് കാണാൻ തന്നെ. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു മ്യൂസിക്കൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സംഭവമായിരുന്നു ഇത്. ഈ സൂവിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന ഈ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുരങ്ങനായിരുന്നു. ഒരു മിനിറ്റ് അടങ്ങിയിരിക്കുന്നുണ്ടായില്ല, അങ്ങനെയും കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അധികം ലേറ്റ് ആകാതെ നല്ല വെളിച്ചത്തിൽ തന്നെ വരുന്നതാണെങ്കിൽ ഈ കാണുന്നത് പോലെ തന്നെ ഈ ഗൊറില്ലയും ഇതുപോലത്തെ കുറേ സംഭവമുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്തെല്ലാം നിന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ജിറാഫിന് ഫുഡ് കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ജിറാഫിൻ്റെ ഫുഡ് കിട്ടും, അത് വാങ്ങിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായത് ഒരു സ്നേക്ക് സോൺ എന്ന് തന്നെ പറയാം. കാരണം പല പല വെറൈറ്റീസ് ഓഫ് സ്നേക്സ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പൈത്തൺ, അങ്ങനെ ഓരോരോ വെറൈറ്റീസും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു സൂ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് അത്ര വലിയതായിട്ടൊന്നും തോന്നില്ല. ഈവൻ ഈ സ്നേക്ക് സോൺ തന്നെ നമ്മൾ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഓരോന്നായി നോക്കി പോകുമ്പോൾ അത്രയും ടൈം എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ആ എലിഫൻറ്റ് ഷോ ഒക്കെ ഇല്ലേ, അതിൻ്റെ ടൈമിങ്ങും അവർ പറഞ്ഞു തരും. അതുകൊണ്ട് നമ്മൾ അതും നോക്കണം. അതുകൊണ്ട് ഇതിനടുത്ത് തന്നെ ഒരു എക്വേറിയം പോലെ ഉണ്ടായിരുന്നു. അപ്പം എലിഫൻറ്റ് ഷോ മിസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നേരെ എക്വേറിയം ഒക്കെ മിസ് ചെയ്തിട്ട് നേരെ എലിഫൻറ്റിൻ്റെ ആ ഒരു സെക്ഷനിലേക്കാണ് പോയിട്ടുണ്ടായത്. അങ്ങനെ എലിഫൻറ്റിൻ്റെ ഈ ഒരു സംഭവം കണ്ടപ്പോൾ നമുക്ക് സമാധാനമായി, ഓ ഷോ മിസ്സാവില്ലല്ലോ, പെട്ടെന്ന് നടന്നാൽ മതിയല്ലോ എന്ന്. പക്ഷേങ്കിൽ നടന്ന് നമ്മൾ തളർന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ എലിഫൻറ്റിൻ്റെ ആ ഒരു സെക്ഷൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വേറെയും ഇതുപോലെ ഒരുപാട് ആനിമൽസ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് എൻഡിലാണ് എലിഫൻറ്റിൻ്റെ ആ ഒരു ഷോ വരുന്നത്. നമ്മൾ പോയ ആ ഒരു ടൈമിൽ എല്ലാ ആനിമൽസും നല്ല ആക്റ്റീവായി ഇരിക്കുന്ന ടൈമായിരുന്നു. അതുകൊണ്ട് ഒരു നഷ്ടവും തോന്നിയിട്ടുണ്ടായില്ല. അങ്ങനെ ഫൈനലി നമ്മൾ നടന്ന് എലിഫൻറ്റ് ഷോന് എത്തുമ്പോഴേക്ക് കഴിയാൻ 5 മിനിറ്റേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഭാഗ്യത്തിന് നമുക്ക് ഫുഡ് ഒഴിക്കാൻ വേണ്ടി ആ ഒരു ചാൻസ് കിട്ടി. അതുകൊണ്ട് അത് ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ വലിയതായിട്ട് നമുക്ക് മിസ്സാവുമായിരുന്നു അത്. നാട്ടിലും ഗുരുവായൂരിലെല്ലാം പോയപ്പോൾ ആനേനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ട് ഫുഡൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവിടെ നിന്നാണ് ഫൈനലി ആ ഒരു ആഗ്രഹം പൂർത്തിയായിട്ടുണ്ടായത്.
രാത്രിയായി കഴിഞ്ഞാൽ ഫോട്ടോസും വീഡിയോസും അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല എന്നുള്ളൊരു കാരണം ഒഴിച്ചാൽ വേറെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. കാരണം ആ ഒരു മൊത്തം സ്ഥലവും നല്ല ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. നേരിട്ട് കാണാൻ വേണ്ടി സൂപ്പറായിരുന്നു. അങ്ങനെ ആ ഒരു ഏരിയ മൊത്തം കവർ ചെയ്തതിന് ശേഷം പോയ വഴി തന്നെ നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് വീണ്ടും ജിറാഫിനെ കണ്ടത്. അപ്പം നമ്മൾ ഒട്ടും താമസിയാതെ ജിറാഫിനുള്ള ഫുഡും വാങ്ങിച്ച് കുട്ടികൾ ജിറാഫിന് ഫുഡും കൊടുത്തു. അങ്ങനെ അവർ രണ്ടുപേരും നല്ല ഹാപ്പിയായി അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. അപ്പോഴേക്കും നമ്മൾ ടിക്കറ്റിൻ്റെ കൂടെ വന്നിട്ടുണ്ടായ ലാസ്റ്റ് ആക്ടിവിറ്റിയായ സീ ലയൺ ഷോ തുടങ്ങാൻ വേണ്ടി ടൈം ആയിട്ടുണ്ടായിരുന്നു. 7:30 സീ ലയൺ ഷോ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ സമയം കളയാതെ നേരെ സീ ലയൺ ഷോ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയി. സീ ലയൺ ഷോ കാണാൻ വേണ്ടി അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെയും കൂട്ടിയിട്ട് കൂടിപ്പോയ ഒരു 10-15 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സീ ലയൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സീല് പോലെ തന്നെയാണ്. ചെറിയൊരു അവരുടെ ഫിസിക്കൽ സ്ട്രക്ചറിലൊക്കെ മാത്രമേ ആ ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ ഷോ നടത്തുന്ന ആൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഇവിടെ ഇവരെന്താ നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് വിചാരിച്ചാൽ, നമ്മൾ പല ആൾക്കാരും പ്ലാസ്റ്റിക് സാധനങ്ങളും പ്ലാസ്റ്റിക് പാക്കറ്റും വേസ്റ്റും എല്ലാം വെള്ളത്തിൽ ഡംപ് ചെയ്യുന്നില്ലേ. അപ്പം വെള്ളത്തിൽ ജീവിക്കുന്ന ഓരോ ജീവികളുടെയും കഴുത്തിന് ഇതൊക്കെ കുരുങ്ങിയിട്ട് അവരെ മരണത്തിന് വരെ കാരണമാകുന്നതാണ് ഈ ഒരു ഡെമോയിലൂടെ അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് മാത്രമല്ല, ഇവർ ഈ സീ ലയൺസിനെല്ലാം എങ്ങനെയാണ് വെറും ഒരു സ്റ്റിക്ക് കൊണ്ട് മാത്രം കൺട്രോൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവരെ കൊണ്ട് ഓരോ ആക്സും ചെയ്യിപ്പിക്കുന്നതെന്നെല്ലാം നമുക്ക് ഇവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെയുള്ള കുറേ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റി. മാത്രമല്ല സീ ലയണിൻ്റെ കുറേ അടിപൊളി സ്റ്റൺസും കാണാൻ വേണ്ടി പറ്റി. ദുബായ് ഡോൾഫിൻ ഏരിയത്തിലുള്ള ഡോൾഫിൻ ആൻഡ് സീൽ ഷോ കണ്ട ആൾക്കാരാണെങ്കിൽ ഇത് വലിയ സ്പെഷ്യലായിട്ടൊന്നും തോന്നില്ല. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടേ തോന്നുള്ളൂ. നേരെ മറിച്ച് ഇതിന് ഡയറക്റ്റ് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നല്ല അടിപൊളി ഷോ ആയിട്ട് തോന്നും. അങ്ങനെ ഈ സീ ലയൺ ഷോ ഇവിടെ അവസാനിക്കുകയായി. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായത് മുന്നേ മിസ് ചെയ്ത ആ ഒരു എക്വേറിയത്തിലായിരുന്നു. എലിഫൻറ്റ് ഷോ ഉണ്ടായിട്ട് നമുക്ക് മിസ് ചെയ്യേണ്ടി വന്ന ആ ഒരു എക്വേറിയം സെക്ഷനിലായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ അങ്ങോട്ടേക്ക് പോയി. പല പല വെറൈറ്റീസ് ഓഫ് ഫിഷസ് അവിടെ ഉണ്ടായിരുന്നു. ആരും നോക്കി നിന്ന് പോകും, അത്രയും അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എക്വേറിയത്തിൻ്റെ അടിപൊളി സെക്ഷന് ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായത് റെപ്റ്റൈൽ വേൾഡിലേക്കാണ്. പലതരം വെറൈറ്റീസ് ഓഫ് റെപ്റ്റൈൽസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതും ഒരു അടിപൊളി സംഭവം തന്നെയായിരുന്നു. അങ്ങനെ ഈ ഒരു റെപ്റ്റൈൽ വേൾഡിൽ നിന്ന് ഇറങ്ങിയ വഴിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായ നേരത്തെ കണ്ട ആ ഒരു ഗ്യാങ്ങിനെയാണ്. അവരിപ്പോഴും ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സൂ മൊത്തം ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോഴാണ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ വന്നത്. കുട്ടികളെയും കൂട്ടിയിട്ട് ഈ പ്ലേ ഏരിയൻ്റെ അടുത്തൂടെ പോയാൽ പിന്നെ ഒരു രക്ഷയില്ലാന്ന് എല്ലാവർക്കും ഊഹിക്കാമല്ലോ. അങ്ങനെ നേരെ ഈ സ്ഥലത്തേക്ക് പോയി തിച്ചൂട്ടി ഈവൂട്ടി മാക്സിമം കളിക്കാൻ വേണ്ടി തുടങ്ങി. ഈ രണ്ട് വലിയൊരു സ്വിങ് പോലെ ഉണ്ടായിരുന്നു. ഇതിൽ രണ്ടുപേരും മാറി മാറി കയറിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒരു സൈഡായിട്ടുണ്ടായിരുന്നു. അത്രയും ടയേർഡായിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു സെക്ഷനിൽ നമ്മൾ പോയിട്ടേ ഇല്ല. പക്ഷെ അത് വേറെ ഏതെങ്കിലും ദിവസം വന്നിട്ട് കാണാം, പ്രശ്നമില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കാഴ്ചകൾ. അടിപൊളി സൂ ആണ്. എന്തായാലും വിസിറ്റ് ചെയ്യാത്തവർ എന്തായാലും വരണം. അത്രയും സൂപ്പറാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ എൻ്റെ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പം വീണ്ടും അടുത്ത ആഴ്ച പുതിയ വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.